ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 നമ്മുടെ RRB, NTPC അതുപോലെ റെയിൽവേ എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കഴിഞ്ഞ NTPC എക്സാമിന് ജോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു PVQ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ്. എന്തൊക്കെയാണ് നമുക്ക് ജോഗ്രഫിയിൽ നിന്നും എക്സാമിന് ചോദിക്കുന്നത്, എന്തൊക്കെ പാറ്റേൺ ആണ്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോസിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? അത് നമ്മുടെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളുണ്ടല്ലേ. നമ്മുടെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ് ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. നിത്യ ഹരിത വനങ്ങൾ എന്ന് പറയും അല്ലേ. ആക്ച്വലി നിങ്ങൾ ഈ ഫോറസ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ മെയിനായിട്ടും ടൈപ്സിൽ പഠിക്കേണ്ട അവരുടെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് അല്ലേ, എവർഗ്രീൻ ഫോറസ്റ്റിന് എക്സാമ്പിൾ ആര്. സോ എവർഗ്രീൻ ഫോറസ്റ്റിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ട രണ്ട് ട്രീസ് ആണ്. ഒന്ന് മഹാഗണിയും, രണ്ട് എബണിയും. മഹാഗണി മരവും എബണി ട്രീസും ഏതാണ് എവർഗ്രീൻ മരങ്ങൾക്ക് ഉദാഹരണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റുകൾ, ഇലപൊഴിയും കാടുകൾ എന്ന് പറയും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ തേക്ക് മരമാണ്. തേക്ക് മരം കേട്ടോ, തേക്ക്. ഓക്കെ, പിന്നെ നമ്മുടെ വരുന്നതാണ് മൗണ്ടൻ ഫോറസ്റ്റുകൾ. നമ്മുടെ മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണിഫറസ് ട്രീകളാണ്. അതായത് പൈൻ മരം, ഓക്ക്, ഡിയോഡാറ് കേട്ടോ, ഫിർ, ഇങ്ങനത്തെ മരങ്ങളാണ് മൗണ്ടൻ ട്രീസുകൾ. സോ ഇവർ നിങ്ങൾ എക്സാമ്പിളായി പഠിച്ചു വെച്ചാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്ക്, എവർഗ്രീൻ അല്ലേ, നമുക്കറിയാം എവർഗ്രീൻ എക്സാമ്പിൾ ആയിരിക്കാം മഹാഗണി, എബണി. ഇവരെല്ലാം ഉണ്ടാകുന്ന നോക്ക്, ഓപ്ഷൻ സി എബണി ഉണ്ടല്ലേ. അപ്പോൾ തേക്കുണ്ട്. തേക്ക് തേക്ക് നമുക്കറിയാം ഇലപൊഴിയും കാടാണ് അല്ലേ, ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. പൈനും ഓക്കും ആണെങ്കിലോ, പൈനും ഓക്കും എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ഫോറസ്റ്റ് അല്ലേ. സോ അതങ്ങനെ എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സാമിന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ എക്സാമ്പിൾ വെച്ച് ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായി തന്നെ നോട്ട് ചെയ്താൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെഫറൻസ് ടു ഡാംസ് ആൻഡ് ദെയർ റിലേറ്റഡ് സ്റ്റേറ്റ്? അതായത് നമ്മുടെ ഡാമുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റുകൾ ആരൊക്കെയെന്നാണ് ചോദ്യം. സോ ഇതിൽ ഇൻകറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഫസ്റ്റ് പോങ് ഡാം. പോങ് ഡാം നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഒരു ഡാം തന്നെയാണ്, കറക്റ്റാണ് കേട്ടോ. പോങ് എവിടെയാണ്, ഹിമാചലിൽ നമ്മുടെ ബിയാസ് നദിയിലാണ് പോങ് ഡാം പോകുന്നത്. എവിടെയാണ്, ഹിമാചൽ പ്രദേശ്. ഹിമാചലിലെ ബിയാസ് നദിയിലാണ് പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇന്ദിരാസാഗർ ഡാം. എടാ, ഇന്ദിരാസാഗർ ഡാം രാജസ്ഥാനിലല്ല, അത് തെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇന്ദിരാസാഗർ ഡാം വരുന്നത് മധ്യപ്രദേശിലാണ്. നമ്മുടെ മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് ആര്, ഇന്ദിരാസാഗർ ഡാം. എവിടെയാണ്, രാജസ്ഥാനിലല്ല. എവിടെയാണ്, മധ്യപ്രദേശിൽ. ഏത് റിവർ എന്നറിയോ ഇന്ദിരാസാഗർ? നമ്മുടെ നർമ്മദാ നദിയിലാണ്. നമ്മുടെ നർമ്മദാ നദിയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ആര്, ഇന്ദിരാസാഗർ ഡാം. എവിടെയാണ്, മധ്യപ്രദേശിലാണ്. അല്ലാതെ എവിടെയല്ല, രാജസ്ഥാനില്ല. സോ തെറ്റ്. കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി. കാരണം ഇൻകറക്റ്റ് എന്നല്ലേ നമ്മുടെ ചോദ്യം. സോ ആൻസർ ഏതാ, ആൻസർ ഓപ്ഷൻ ബി. ഇനി ബാക്കിയുടെ നോക്കാം. കൊയ്ന കറക്റ്റ് ആണ് കേട്ടോ, മഹാരാഷ്ട്രയിൽ കൊയ്ന റിവറിൽ തന്നെയാണ്, കൊയ്ന നദിയിൽ. ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്നൊക്കെ പറയും. ഏത്, ഈ കൊയ്ന നദി കേട്ടോ. അത് ഈ കൊയ്ന പ്രോജക്റ്റായി. കൊയ്നയുടെ ഏറ്റവും പ്രത്യേകിച്ച് കൊയ്നയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏതാ, കൊയ്നയാണ്. അതുകൊണ്ടാണ് കൊയ്നയെ ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കല്ലണൈ ഡാം. കല്ലണൈ തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ, കറക്റ്റാണ്. തമിഴ്നാട്ടിൽ നമ്മുടെ കാവേരി നദിയിലാണ്. കാവേരി കേട്ടോ, നമ്മുടെ കാവേരി റിവറിലാണ് ഈ പർട്ടിക്കുലർ ഡാം ഇരിക്കുന്നത്. ഡാം കല്ലണൈ ഡാം. കല്ലണൈ ഡാമിൻ്റെ വേറൊരു പേരുണ്ട്, ഗ്രാൻഡ് ഡാം എന്നും പറയും. ഗ്രാൻഡ് ഡാം. എടാ, ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാം. ഓൾഡസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ
ഏറ്റവും പഴക്കം ചെന്ന ഡാം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഈ കല്ലണൈ ഡാമാണ്. കല്ലണൈ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താണ് പഴക്കം ചെന്ന ഡാം. ഈ ഡാം കെട്ടിയത് ചോള രാജാവായ കരികാല ചോളനാണ് കേട്ടോ. ചോളവംശത്തിലെ കരികാലൻ എന്ന് പറയുന്ന കരികാല ചോളൻ എന്ന രാജാവാണ് ഈ ഒരു ഡാം കെട്ടിയത്. ഡാം കല്ലണൈ ഡാം. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന എന്താ ഒരു ഡാമാണ് കേട്ടോ. ഇങ്ങനെ മറ്റൊരു പേരാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്ന് പറയും. ഗ്രാൻഡ് ഡാം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഏത് റിവറിൽ? കാവേരി. സോ ഇതിന്റെ ആൻസർ ഇപ്പോൾ ഏതാണ്? നമുക്ക് ഇവിടെ കിട്ടി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇന്ദിരാസാഗർ ഡാം എവിടെയാണ്? മധ്യപ്രദേശ്. നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഡാംസ് ഇൻ ഇന്ത്യ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഡാമുകൾ. സോ കൃത്യമായി അത് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. റിവർ സിസ്റ്റം പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ടും ഡാമുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലോക്കൽ സ്റ്റോം ഈസ് ബെനിഫിഷ്യൽ ഫോർ ടീ, ജൂട്ട് ആൻഡ് റൈസ് കൾട്ടിവേഷൻ? തേയില, ജൂട്ട്, റൈസ് ഇതിനെയൊക്കെ പ്രധാനമായി സഹായിക്കുന്ന ഒരു ലോക്കൽ സ്റ്റോം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇതിൽ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ടീ, ജൂട്ട്, റൈസ് അല്ലേ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് ആരൊക്കെയാ? ടീ ആരാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് ആസാമാണ് അല്ലേ. നമ്മുടെ ആസാമാണ് ഏറ്റവും ടീ ഉണ്ടാക്കണം. ജൂട്ടും റൈസും ആണെങ്കിലോ, ജൂട്ടും റൈസും ചണവും അതുപോലെ അരിയും നെല്ലും ആരാണത്? വെസ്റ്റ് ബംഗാളാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പ്രൊഡക്ഷൻ ഇവരാണ് ആണല്ലോ. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോമൺ ആയി വരുന്ന ഒരു ലോക്കൽ സ്റ്റോം ഉണ്ട് അല്ലേ. ആസാമിലും വെസ്റ്റ് ബംഗാളിലും കോമൺ ആയി അടിക്കുന്ന ഒരു സൈക്ലോൺ ഉണ്ട്, ഒരു ലോക്കൽ സ്റ്റോം. അതാണ് ആര്? കാൽ ബൈസാഖി എന്ന് പറയുന്നത്. ആരാണ്? കാൽ ബൈശാഖി കേട്ടാ. നമ്മുടെ ഈ ആസാമിലും വെസ്റ്റ് ബംഗാളിലും കോമൺ ആയി അടിക്കുന്ന ഒരു കാറ്റാണ് ആര്? കാൽ ബൈശാഖി. കാൽ ബൈശാഖി ഓർ മറ്റൊരു പേരാണ് നോർ വെസ്റ്റർ എന്ന് പറയും. ആരാണ്? നോർ വെസ്റ്റർ കേട്ടാ. ഈ ഒരു പ്രദേശത്ത് അതിൽ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാൽ ബൈശാഖി, നോർ വെസ്റ്റർ എന്ന ഈ കാറ്റിന് പേരുള്ളത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലാണ് ഈ പേര് കാൽ ബൈശാഖി, നോർ വെസ്റ്റർ. ആക്ച്വലി ഈ കാറ്റിന് ആസാമിൽ വേറൊരു പേരുണ്ട് കേട്ടോ. ആസാമിലെ പേരാണ് ബർദോളി ചീർഹ എന്ന് പറയും. ഇങ്ങനെയാണ് ആസാമിൽ അറിയപ്പെടുന്നത് ഈ സെയിം കാറ്റാണ്, ഒരേ കാറ്റാണ്, രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി അറിയപ്പെടുന്നു. ആസാമിലെ പേര് ബർദോളി ചീർഹ, വെസ്റ്റ് ബംഗാളിലെ പേരാണ് കാൽ ബൈശാഖി ഓർ മറ്റൊരു പേര് നോർ വെസ്റ്റർ. അപ്പം ഈ പർട്ടിക്കുലർ കാറ്റ് ഈ വശങ്ങളിൽ അടിക്കുന്നില്ലേ. സോ നമുക്കപ്പോൾ ഏത് സ്റ്റേറ്റ് ഉത്തരമായി എടുക്കാൻ പറ്റും? ഏത് സ്റ്റേറ്റ്? മാംഗോ ഷവർ ആണോ, ലൂ ആണോ, ബ്ലോസംസ് ആണോ, നോർ വെസ്റ്റർ ആണോ? അപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലേ. ഏതാണ് നമ്മുടെ കയ്യിലുണ്ട്? കാൽ ബൈശാഖി. കാൽ ബൈശാഖി അല്ലേ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, നോർ വെസ്റ്റർ അല്ലേ. ഓപ്ഷൻ ഡി, നോർ വെസ്റ്റർ ആണ് നമ്മുടെ ഉത്തരം അല്ലേ. ഓപ്ഷൻ ഡി, നോർ വെസ്റ്റർ അല്ലേ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കാറ്റുകളൊക്കെ കണ്ടോ, ഈ മാംഗോ ഷവർ, ലൂ, ബ്ലോസം ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്താണ് കാറ്റുകളാണ്. ഇതിൽ മാംഗോ ഷവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, മാംഗോ ഷവർ നമ്മുടെ കേരള, കർണാടക, എസ്പെഷ്യലി കേരളമാണ്. കേരളത്തിൻ്റെ പ്രീ മൺസൂൺ ആണ്. നമ്മുടെ വേനൽ മഴയില്ലേ, അതാണ് പ്രീ മൺസൂൺ. പ്രീ മൺസൂൺ എന്ന് പറഞ്ഞാൽ മൺസൂണിന് മുമ്പ്. മൺസൂൺ നോർമലി ജൂണിലാണ്, അപ്പോൾ അതിന് മുമ്പ് ഏപ്രിലൊക്കെ പെയ്യുന്ന മഴ, അതാണ് പ്രീ മൺസൂൺ എന്ന് പറയും. കേരളത്തിൻ്റെ പ്രീ മൺസൂണിൻ്റെ പേര്, നമ്മുടെ കേരളത്തിൻ്റെ എന്താണ് വേനൽ മഴയുടെ പേരാണ് മാംഗോ ഷവർ എന്ന് പറയും. ഒരു കാറ്റാണ് മാംഗോ ഷവർ. അതുപോലെ ലൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കേട്ടോ. നോർത്ത് സൈഡിൽ, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ സമ്മറിൽ, അതായത് മെയ്യിലൊക്കെ വീശുന്ന ഒരു ഹോട്ട് വിൻഡാണ്, വളരെ ചൂടേറിയ ഒരു ലോക്കൽ വിൻഡാണ് ആര്? ലൂ എന്ന് പറഞ്ഞത്. എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ. നോർത്ത് ഡൽഹി, രാജസ്ഥാൻ ആ മേഖലയിലൊക്കെ വീശുന്ന വളരെ ശക്തമായ ഒരു ചൂടേറിയ കാറ്റാണ് ആര്? ലൂ. പിന്നെ ബ്ലോസം എന്ന് പറഞ്ഞത് ഇതും ഒരു പ്രീ മൺസൂൺ ആണ്. കർണാടകയുടെ പ്രീ മൺസൂൺ കേട്ടോ. നമുക്ക് കേരളത്തിന്റെ മാംഗോ ഷവർ പോലെ കർണാടകയാണ് ജെറി ബ്ലോസം എന്ന് പറയുന്നത്. ചെറി ബ്ലോസംസ് എവിടെയാണ്? കർണാടകയുടെ പ്രീ മൺസൂൺ. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കാറ്റുകളും സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇന്ത്യൻ ക്ലൈമറ്റിൽ വിൻഡുകൾ എന്ന് പറയുന്നത്. ഇതുപോലുള്ള കാറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ദി ഗോദാവരി റിവർ? നമ്മുടെ
ഗോദാവരി നദിയുടെ പോഷക നദി അല്ലാത്തതാര്? സോ നമ്മൾ റിവർ സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചെയ്തത് പെനിസ്ലാർ തന്നെയാണ് അല്ലേ. സോ പെനിസ്ലാർ റിവറിലെ ഏറ്റവും വലിയ നദിയായിരുന്നു ഗോദാവരി. ആരാണ് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി അല്ലാത്തത്? ആരൊക്കെയാണ്? പൂർണ്ണ, കബനി, കൊയ്ന, അതുപോലെ മഞ്ചിറ. ആക്ച്വലി വിച്ച് ഓഫ് ദി ഫോളോയിൻ ഈസ് നോട്ട് അല്ല, വിച്ച് ഓഫ് ദി ഫോളോയിൻ ഈസ് എ ട്രിബ്യൂട്ടറി ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. നോട്ടല്ല കേട്ടോ, നോട്ടില്ല. വിച്ച് ഓഫ് ദി ഫോളോയിൻ ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ദി ഗോദാവരി? ഗോദാവരി നദിയുടെ ട്രിബ്യൂട്ടറി ആരാണ്? അതിൽ ഒരൊറ്റ ഇതേ ഉള്ളൂ, മഞ്ചീരയാണ്. മഞ്ചീര. കാരണം പൂർണ്ണ നമ്മുടെ താപ്തിയുടെ ട്രിബ്യൂട്ടറിയാണ് അല്ലേ. കബനി ആണെങ്കിലോ, കബനി കാവേരിയുടെ അല്ലേ. കൊയ്നയാണെങ്കിൽ കൃഷ്ണയുടെ, കൃഷ്ണ. സോ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഗോദാവരിയുടെ മഞ്ചീരയാണ്. സോ മഞ്ചിറ ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി റിവർ. നോട്ട് അല്ല കേട്ടോ, ക്വസ്റ്റ്യനിലെ ചെറിയ മിസ്റ്റേക്ക് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി റിവർ? ആരാണ്? മഞ്ചിറ. നമ്മൾ പെനിസ്ലാർ റിവറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. മഞ്ചീറ ആരുടെ? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ദ ഹോട്ട് ലോക്കൽ വിൻഡ് ദാറ്റ് ഫ്ലോസ് ഓവർ നോർത്ത് ഇന്ത്യ ഇൻ സമ്മർ. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലേ. വളരെ ചൂടേറിയ ഒരു കാറ്റ് ഏത് വശങ്ങളിൽ? ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ. ഏത് വശം? സമ്മർ അല്ലെ. സമ്മർ എന്ന് പറഞ്ഞാൽ മെയ്യിലൊക്കെ അല്ലേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നല്ലേ. അത് ഏതാടാ കാറ്റ്? നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ മെയ് മാസത്തിൽ വരുന്ന ചൂടേറിയ കാറ്റ്. ഓപ്ഷൻ എ, ലൂ. യെസ് അല്ലേ. നമ്മൾ കുറച്ച് മുമ്പ് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യണല്ലേ, ലൂ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഹോട്ട് വിൻഡ്. സോ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിട്ടിയത്. ലൂ ആണ് അല്ലേ. ലൂ ഏത് മാസത്തിലാണ്? മെയ്യിലൊക്കെ. അത് ആക്ച്വലി ഈ കാറ്റ് ഇന്ത്യയുടെ ഏത് ഡയറക്ഷനിലാണ് അടിക്കുന്നതെന്ന് ചോദിക്കും. നോർത്തിൽ തന്നെ, നോർത്ത് മാത്രമല്ല കേട്ടോ, നോർത്ത് വെസ്റ്റേൺ സൈഡിൽ കേട്ടോ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് കേട്ടോ, നോർത്തിലും നോർത്ത് വെസ്റ്റിലും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ കേട്ടോ. അതായത് നോർത്ത് എന്ന് പറയുമ്പോൾ ഡൽഹി, യു പി അതൊക്കെ വരും. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ രാജസ്ഥാനൊക്കെ വരും. സോ ഈ ഒരു മേഖലയിൽ, ഈ പർട്ടിക്കുലർ സ്റ്റേറ്റിലൊക്കെയാണ്, രാജസ്ഥാൻ, ഡൽഹി, യു പി, ഈ മേഖലകളിലാണ് ഈ ഒരു കാറ്റ് വീശുന്നത്. സോ നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് ഏത് കാറ്റ്? ലൂ എന്ന് പറയുന്ന ഈ ഒരു കാറ്റ് വീശുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് ഡാഷ്. നമ്മുടെ ഭൂമിയുടെ ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരെന്ത്? ആക്ച്വലി ഇത് നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചർ അല്ലേ. നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. ആക്ച്വലി നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഭൂമിക്ക് 3 പാർട്ടായി തിരിക്കുന്നുണ്ട് അല്ലേ. ഭൂമിയിലെ 3 പാർട്ടാണ്. ഏറ്റവും പുറം ഭാഗം അല്ലേ, അതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. ദെൻ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ മാൻഡിൽ എന്ന് പറയും. ദെൻ ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗം കോർ എന്ന് പറയും. ഇങ്ങനെ 3 പാർട്ടായി തിരിച്ചിട്ടുണ്ട് അല്ലേ. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഇതിൽ ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാളി അല്ലേ, ഔട്ടർ ലെയറാണ് ആര്? ഈ ക്രസ്റ്റ് എന്ന് പറയുന്ന. ദെൻ ഏറ്റവും ഇന്നർ ലെയറാണ് ആര്? നമ്മുടെ കോർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ചോദ്യം വളരെ സിമ്പിളായിട്ടാണ് ചോദിക്കുന്ന, ഔട്ടർ മോസ്റ്റ് പാർട്ട്, അതായത് ഔട്ടർ ലെയർ ആര്? ക്രസ്റ്റ്. ഓപ്ഷൻ ബി അല്ലേ. സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് ഈ ഒരു ഐഡിയ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അല്ലേ. ക്രസ്റ്റ്. ഇപ്പം ഈ പകരം ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് എന്നാണ് ചോദിച്ചിരുന്നെങ്കിലോ നമുക്ക് പറയാറുന്ന ഏതാ? അത് കോർ എന്ന് പറയാം അല്ലേ. കോർ എന്ന് പറയാൻ പറ്റും അല്ലേ. സോ വളരെ സിമ്പിളായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ഇനി ഇതിൽ കുറച്ച് ഡെപ്തിനൊക്കെ ചോദിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ലിത്തോസ്ഫിയർ അല്ലെ, ആസ്തനോസ്ഫിയർ, അങ്ങനെ കുറേ പാളികളുണ്ട് അല്ലേ. അതൊക്കെ പറ്റിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. സോ അതും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്രോപ്സ് ഈസ് നോട്ട് ഗ്രോൺ ഡ്യൂറിങ് ദി സെയ്ദ് സീസൺ ഇൻ ഇന്ത്യ? ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിലെ അഗ്രികൾച്ചർ എന്ന പാർട്ടിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. നമുക്ക് സീസൺ ക്രോപ്സുകളുണ്ട്. അതായത് നമ്മുടെ ഓരോ സീസൺസ് ഇല്ലേ, ഓരോ പർട്ടിക്കുലർ സീസണിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സുകളാണ് ആര്? സീസൺ ക്രോപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെയാണ് നമ്മുടെ സീസൺസ് ഏതൊക്കെയാണ്? അത് നമ്മുടെ മൺസൂൺ സീസൺ, മഴക്കാലം, മൺസൂണിൽ ആ പീരീഡിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സുകളാണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയും. ഏത് ക്രോപ്സ് ആണ്? ഖാരിഫ് ക്രോപ്സ്. അത് മഴക്കാലത്ത് നമ്മുടെ മൺസൂണിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ആര്? ഖാരിഫ് ക്രോപ്സുകൾ. ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ ആരൊക്കെയാന്ന് നോക്കടാ. നമ്മുടെ റൈസ്, മെയ്സ്, ജൂട്ട്, ജോവർ,
കോട്ടൺ, ദെൻ ഷുഗർ കെയിൻ കേട്ടാ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഖാരിഫിന് എക്സാമ്പിളാണ് കേട്ടോ. ഖാരിഫ് എന്ന് പറഞ്ഞാൽ ഏത് സീസണാണ്? മഴക്കാലത്താണ്. മൺസൂൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പീരീഡാണ്? മഴക്കാലം എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ ഒരു ജൂൺ ജൂലൈയിൽ വിത്തിട്ടിട്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഹാർവെസ്റ്റ് ചെയ്യും, വിളവെടുക്കും. അതാണ് ഖാരിഫ് കേട്ടോ. മഴക്കാലത്തിട്ട് 2 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യും? വിളവെടുക്കും. അതാണ് ഖാരിഫ് ക്രോപ്സ്. ഇനി രണ്ടാമത്തതാണ് റാബി ക്രോപ്സ് എന്ന് പറയും. റാബി നമ്മുടെ ഏത് സീസൺ എന്നറിയോ? വിന്റർ സീസൺ. ഏത് സീസണിലാണ്? വിന്ററിൽ. അതായത് നമ്മുടെ ഒരു ഡിസംബർ മാസത്തിലൊക്കെ വിത്തിട്ട് ഒരു ജനുവരിയിലൊക്കെ വിളവെടുക്കുന്ന ക്രോപ്സ് ആണ് ആര്? റാബി ക്രോപ്സ്. നമ്മുടെ വിന്റർ ക്രോപ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് മെയിൻ കേട്ടോ. ആരെന്നറിയോ? വീറ്റ്, നമ്മുടെ ഗോതമ്പ്, ബാർലി കേട്ടോ, ബാർലി, പയർ, പീ, ഗ്രാം, മസ്റ്റാർഡ്, ഇവരൊക്കെയാണ് ആർക്ക് എക്സാമ്പിൾ? നമ്മുടെ റാബി ക്രോപ്സിന് ഉദാഹരണം എന്ന് പറയുന്നത്. റാബി ക്രോപ്സ്. ഓക്കെ, സീസൺ വിന്റർ. ഇനി നമുക്ക് വരുന്നതാണ് നമ്മുടെ ഏതാണ്? നമ്മുടെ സമ്മർ സീസൺ അല്ലെ, നമ്മുടെ വേനൽക്കാലം. സമ്മറിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പാണ് സെയ്ദ് ക്രോപ്പ്. അത് നമ്മുടെ ഒരു മാർച്ചിലൊക്കെ വിത്തിട്ട് ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ഇന്ത്യയിൽ വിളവെടുക്കുന്ന ക്രോപ്സ് ആണ് ആര്? സെയ്ദ് ക്രോപ്സ് കേട്ടോ. ഇതിന് എക്സാമ്പിൾ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കേട്ടോ. എക്സാമ്പിൾ ആരൊക്കെയാടാ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ആർക്ക് എക്സാമ്പിൾ? സെയ്ദ് ക്രോപ്പിന്. സിമ്പിളാണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം സെയ്ദ് ക്രോപ്പിന് ഉദാഹരണം ആരെന്നായിരുന്നു ചോദ്യം അല്ലെ. സെയ്ദ് ക്രോപ്പ് അല്ലെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഗ്രോൺ അല്ലെ, നോട്ടാണ് അല്ലാത്തത് അല്ലേ. സോ നോക്കടാ, കുക്കുംബർ എന്താ? നമ്മുടെ വെജിറ്റബിൾ ആണ് അല്ലേ. സോ അതൊരു സെയ്ദ് ക്രോപ്പ് ആണ്. അപ്പോൾ അത് ആൻസർ അല്ല. നമുക്ക് നോട്ടല്ലേ വേണ്ടത്. വാട്ടർമെലൻ ഫ്രൂട്ടാണ് അല്ലേ, ഫ്രൂട്ടൊക്കെ സെയ്ദാണ്. മാംഗോ ഫ്രൂട്ടാണ്. യെസ്. റൈസ് സെയ്ദ് അല്ല അല്ലേ. റൈസ് നമ്മൾ ഏതിലാണ് പഠിക്കുന്നത്? റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണ് അല്ലേ. റൈസ് ഒരു ഖാരിഫാണ്. സോ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒട്ടുമിക്ക എല്ലാ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമ്പിൾ ഇതുപോലെ ഖാരിഫ്, റാബി, സെയ്ദിന്റെ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇതിൽ സെയ്ദ് വളരെ ഈസിയാണ്. എന്താണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് അതിന് ഉദാഹരണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഈസ്റ്റേൺ ഗട്ട്സ്? നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയാൻ നമുക്കറിയാം, നമ്മുടെ ഈ സൗത്തിൽ ഇന്ത്യയുടെ സദേൺ ഭാഗത്ത് വരുന്ന മലയാണ് അല്ലേ. നമുക്കറിയാം ഈ ഒരു വശത്ത് ആര്? വെസ്റ്റേൺ ഗട്ട്സും ഈ ഒരു വശത്ത് ആരാണ്? നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സുമാണ്. നമ്മുടെ ചോദ്യം ഈസ്റ്റേൺ ഗട്ട്സിന്റെ പാർട്ടായിട്ടുള്ള മല ഹിൽസ് ഏതാണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നാഗാ ഹിൽസ്. ഈ നാഗാ ഹിൽസ് എവിടെയെന്നറിയോ? നാഗാലാൻഡില് അല്ലേ. നമ്മുടെ നാഗാലാൻഡിലെ നാഗാക്കുന്ന്. ഈസ്റ്റേൺ ഗട്ട്സ് നാഗാലാൻഡിലുണ്ടോ? ഇല്ലല്ലേ. നമുക്കറിയാം ഈസ്റ്റേൺ ഗട്ട്സ് ഇതാ ഇവിടെയാണ്, നമ്മുടെ ഒഡീഷയുടെ താഴോട്ടാണ് കിടക്കുന്നത് അല്ലേ. ഒഡീഷ തൊട്ട് ഇനി തമിഴ്നാട് വരെയാണ് ആര് കിടക്കുന്നത്? ഈസ്റ്റേൺ ഗട്ട്സ്. നാഗാലാൻഡ് ഒന്നും ഇല്ല അല്ലേ. സോ അപ്പം നാഗാ ഹിൽസ് അല്ല. പിന്നെ ഗാസി ഹിൽസ് എവിടെയെന്നറിയോ? ഗാസി നമ്മുടെ വളരെ ഫേമസ് ആണ്. നമ്മുടെ മേഘാലയയില. എവിടെയാണ്? മേഘാലയ. എന്താ ഫേമസ് എന്നറിയോ? ഈ ഗാസിയിലാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. ഏത്? മൗസിൻഡ്രം കേട്ടോ. നമ്മുടെ ലോകത്തിൽ ഏറ്റവും മഴ കിട്ടുന്ന സ്ഥലമാണ് മേഘാലയയിലെ സ്ഥലം മൗസിൻഡ്രം. അതുപോലെ രണ്ടാമത്തെയാണ് ചിറാപൂഞ്ചി. നമ്മുടെ ചിറാപൂഞ്ചിയൊക്കെ എവിടെയാണ്? ഈ മേഘാലയയില. ഇതൊക്കെ ഇരിക്കുന്ന ഏത് ഹിൽസിലാ? ഗാസി ഹിൽസില. അപ്പൊ ഗാസി മേഘാലയയിലാണ് അല്ലേ. അപ്പോൾ ആരല്ല? ഈസ്റ്റേൺ ഗട്ട്സ് മേഘാലയയിലില്ല. പിന്നെ പറഞ്ഞതാണ് ഷെവറോയ് ഹിൽസ് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു കുന്നാണ്. ഇവിടെയാണ് തമിഴ്നാട്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൽസാണ്. സോ തമിഴ്നാട് ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായി വരുന്നുണ്ടല്ലേ. സോ നമുക്ക് അതിനെ പരിഗണിക്കാം, ഇരിക്കട്ടെ. ഇനി നാലാമത്തെ ആനമുടി. നമുക്കറിയാം ആനമുടി ഹിൽസ് എവിടെയാ? നമ്മുടെ കേരളത്തിലാണ് അല്ലേ. നമ്മുടെ കേരളത്തിലാണ് ആര് വരുന്നത്? ആനമുടി. പക്ഷെ കേരളത്തിൽ ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ടോ? ഇല്ല. സോ ആനമുടി അല്ല. സോ ആൻസർ ഏതാ? ഓപ്ഷൻ സി, ഷെവറോയ് ഹിൽസ്. തമിഴ്നാട്ടിലെ ഈസ്റ്റേൺ ഗട്ട്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽസാണ് ആര്? ഷെവറോയ് ഹിൽസ്. അവിടെ ഈ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ കുന്നുകളെ പറ്റി നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ധാരാളമായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ഹിൽസുകളാണ് കേട്ടോ. നാഗാ ഹിൽസ് എവിടെയാണ്? നാഗാലാൻഡിൽ. അത് ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ടത് ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ഈ ഇന്ത്യ മ്യാൻമർ അതിർത്തി, ഇത് മ്യാൻമർ ആണ് അങ്ങറ്റം ഇന്ത്യയുടെ അതിർത്തി. അവിടെ 4 സംസ്ഥാനങ്ങളിലാണ് നമുക്ക് ഈ ഒരു മല വരുന്നത്. അതായത് അരുണാചലുണ്ട് ബൗണ്ടറിയിൽ, നാഗാലാൻഡ് ഉണ്ട്,
ദെൻ മണിപ്പൂരുണ്ട്, ഏറ്റവും താഴെ മിസോറാം ഉണ്ട്. ഈ 4 സ്റ്റേറ്റ് ഈ മല പോകുന്നുണ്ട്. ഏത് നമ്മൾ ഈ കാണുന്ന നാഗാ ഹിൽസ് എന്ന് പറയുന്ന ഈ കുന്ന് കേട്ടോ, ഈ ഒരു കുന്ന്, ഈ ഒരു മല ഈ 4 സ്റ്റേറ്റിലും കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ 4 സ്റ്റേറ്റിലും വ്യത്യസ്തമായ 4 പേരിലാണ് ഈ മല അറിയപ്പെടുന്നത്. ഈ മലയുടെ ഒരു കോമൺ പേര് ഇങ്ങനെയാണ് പറയുന്നത്, പൂർവാഞ്ചൽസ് എന്ന് പറയും കേട്ടോ. നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ഒരു കുന്നാണ്, ഒരു മലയാണ് ഇത്, ഈ പൂർവാഞ്ചൽ മല. നമ്മുടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലാണ് ഈ മല ഇരിക്കുന്നത്. സോ ഈ 4 സംസ്ഥാനം, അരുണാചലിലും നാഗാലാൻഡിലും മണിപ്പൂരിലും മിസോറാമിലും ഈ മലയുണ്ട്, ഏത് പൂർവാഞ്ചൽ. പക്ഷേ ഈ 4 സംസ്ഥാനത്തും 4 പേരിലാണ് അറിയപ്പെടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരുണാചൽ പ്രദേശിൽ പൂർവാഞ്ചലിൻ്റെ പേര് കേട്ടോ, ഈ മലയുടെ അരുണാചൽ പ്രദേശിലെ പേരാണ് പത്കൈ ബം എന്ന് പറയും. പത്കൈ ബം മലനിര എവിടെയാണ്? അരുണാചൽ കേട്ടോ. അരുണാചലിലെ പേര്, പൂർവാചലിന്റെ അരുണാചലിലെ പേരെന്താ? പത്കൈ ബം. നാഗാലാൻഡിലോ ഇത് തന്നെയാണ്, ഏത്? നാഗാ ഹിൽസ്. നാഗാലാൻഡിൽ എന്താ പേര്? നാഗാ ഹിൽസ്. മണിപ്പൂരിൽ അത് തന്നെയാ പേര്, എന്ത്? മണിപ്പൂരി ഹിൽസ്. മണിപ്പൂരി. മിസോറാമിലാട്ടെ 2 പേരുണ്ട്. മിസോ ഹിൽസ് എന്നും അറിയപ്പെടും, മറ്റൊരു പേരാണ് ലൂഷായി ഹിൽസ് എന്നും അറിയപ്പെടും. ലൂഷായി കുന്നുകൾ കേട്ടോ. സോ ഇതെല്ലാം ആരാണ്? ഈ പൂർവാചല, നമ്മുടെ അങ്ങ് നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന ഈ 4 മല. ഈ 4 മലയെ നോട്ട് ചെയ്തു, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള മലകളാണ് കേട്ടോ. അരുണാചലിലെ പത്കൈബം, നാഗാലാൻഡിലെ നാഗാ ഹിൽസ്, മണിപ്പൂരി ഹിൽസ്, മിസോറാമിലെ മിസോ അഥവാ ലൂഷായി കുന്നുകൾ എന്ന് പറയും. ആരാ? ഈ പൂർവാചൽ കേട്ടാ, പൂർവാചൽ. സോ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ചോദിക്കുന്നത് കേട്ടാ. പക്ഷേ ഗാസി കുന്ന് ഇതിൽ പെടുന്നതല്ല. ഗാസി ഏത് സ്റ്റേറ്റാ? മേഘാലയ. മേഘാലയയിൽ ആരില്ല? പൂർവാചലില്ല കേട്ടാ. ഗാസി കുന്ന് സെപ്പറേറ്റ് ഒരു കുന്നാണ്. ഏത് സ്റ്റേറ്റ് ആണത്? മേഘാലയ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ കണ്ട. ഇങ്ങനത്തെ കുന്നുകൾ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇനി വരുന്ന സീരീസിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഈ പൂർവാചലൊക്കെ ഒന്ന് പറഞ്ഞത്. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വെൽഡ് ആർ ദ ഗ്രാസ് ലാൻഡ്സ് ഓഫ്, ആക്ച്വലി ഇതൊരു സ്റ്റാറ്റിക് GK കൂടിയാണ് കേട്ടോ. നമ്മുടെ ഈ പല വൻകരകളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പുൽമേടുകളുണ്ട്, അതാണ് ഗ്രാസ് ലാൻഡ്സ്. അതിന് പലയിടത്തും പല വ്യത്യസ്തമായിട്ടുള്ള പുൽമേടുകൾ. അതിൽ ഒന്നാണ് വെൽഡ് എന്ന് പറയുന്നത്. വെൽഡ് ഏത് കോണ്ടിനെന്റിലെ ഗ്രാസ് ലാൻഡ്സ് എന്നാണ് ചോദ്യം. സോ വെൽഡ് നമ്മുടെ ആഫ്രിക്കയിലെ കേട്ടോ. ആഫ്രിക്കയിൽ വെൽഡ് കൂടാതെ മറ്റൊരു ഗ്രാസ് ലാൻഡ് കൂടിയുണ്ട് കേട്ടോ. അതെന്നറിയോ? സാവന്ന. വെൽഡും സാവന്യം. ആഫ്രിക്കൻ വനാന്തരത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട 2 പുൽമേടുകളാണ്, ഒന്ന് വെൽഡ്, 2 സാവന്ന എന്ന് പറയുന്നത്. എവിടെയാണ്? ആഫ്രിക്കയിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡുകൾ പറഞ്ഞുതരാം. അതിലൊന്നാണ് സ്റ്റെപ്പി എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ്. സ്റ്റെപ്പിസ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യയിലും യൂറോപ്പിലും, യൂറേഷ്യ അങ്ങനെ പഠിച്ചാൽ മതി, യൂറോപ്പ് ഏഷ്യ കോണ്ടിനെൻസിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാസ് ലാൻഡാണ് ആര്? സ്റ്റെപ്പിസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പിസ് ഗ്രാസ് ലാൻഡ്. ദെൻ രണ്ടാമത്തതാണ് പ്രയറി ഗ്രാസ് ലാൻഡ്. പ്രയറി എവിടെയെന്ന് അറിയോ? നമ്മുടെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ കേട്ടോ. നോർത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡാണ് പ്രയറി. ദെൻ മൂന്നാമത്തെ ഗ്രാസ് ലാൻഡാണ് പാമ്പാസ് എന്ന് പറയും. പാമ്പാസ് സൗത്ത് അമേരിക്ക കേട്ടോ. സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡാണ് ആര്? പാമ്പാസ്. ദെൻ ഫോർത്ത് വൺ ഡൗൺസ് നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു ഗ്രാസ് ലാൻഡാണ്. സോ നിങ്ങൾ ഈ ഒരു 6 ഗ്രാസ് ലാൻഡും കൃത്യമായി പഠിച്ചു വെക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. പിന്നെ ഇതിൽ കൂട്ടത്തിൽ ഒന്നുകൂടെ പഠിച്ചു വെച്ചു, നമ്മുടെ ഈ പാമ്പാസ് ഉണ്ടല്ലോ, പാമ്പാസ് എവിടുത്തെ ഗ്രാസ് ലാൻഡാണ്? സൗത്ത് അമേരിക്കയിലാണ്. നമ്മുടെ സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് ബ്രസീൽ. ഒരിക്കലും എക്സാം ചോദിച്ചു, ബ്രസീലിൽ കാണുന്ന ഗ്രാസ് ലാൻഡ് ഏത്? ആക്ച്വലി ബ്രസീലിൽ പാമ്പാസ് എന്ന ഗ്രാസ് ലാൻഡ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചേട്ടാ. കാരണം നമുക്കറിയാം ബ്രസീൽ ഒരു സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ രാജ്യമാണ്. അപ്പോൾ സൗത്ത് അമേരിക്കയിലെ ഗ്രാസ് ലാൻഡ് നമുക്കറിയാം പാമ്പാസ് ആണ്. പക്ഷേ ബ്രസീലിൽ മാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡാണ് ഉള്ളത്. ഗ്രാസ് ലാൻഡിൻ്റെ പേരാണ് കാംബോസ് എന്ന് പറയും. അത് നോട്ട് ചെയ്യണം കേട്ടോ. നോർമലി സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഗ്രാസ് ലാൻഡ് ആരാ? പാമ്പാസ് ആണ്. പക്ഷേ ബ്രസീലിൽ മാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഗ്രാസ് ലാൻഡിൻ്റെ പേരെന്താ? കാംബോസ് എന്ന് പറയും. കാംബോസ് എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ് എവിടെയുണ്ട്? ബ്രസീലിൽ കാണപ്പെടുന്നു. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാസ് ലാൻഡാണ് ആര്? കാംബോസ്. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്യുക. സ്റ്റാറ്റിക്കിൽ കൂടി ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ജോഗ് ഫാൾസ് ലൊക്കേറ്റഡ്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം. അത് ഏത് സ്റ്റേറ്റ് എന്നാണ്? ഓക്കെ, അപ്പോൾ ജോഗിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ജോഗ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു വാട്ടർഫാളാണ്, ടാളസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫാൾ ജോഗ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫാൾ കുഞ്ചിക്കൽ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കുഞ്ചിക്കൽ, ഇത് നമ്മുടെ കർണാടകയിലാണ്. കർണാടകയിലെ കുഞ്ചിക്കലാണ് ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ്, ഏറ്റവും ഉയരം കൂടിയത്. പക്ഷെ നമുക്ക് പലതവണയായി എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഓപ്ഷനിൽ കുഞ്ചിക്കൽ തരാറില്ല. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് ആര്? ജോഗ്. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ മാത്രം ആരെടുക്കാം? ജോഗും കർണാടകയിലാണ്. ജോഗ് എവിടെയാണ്? കർണാടകയിലാണ് ജോഗ് വാട്ടർഫാൾസ് വരുന്നത്. കർണാടകയിലെ ശരാവതി നദിയിലാണ് ഈ ജോഗ് വാട്ടർഫാൾ വരുന്നത് കേട്ടാ. ജോഗ് വാട്ടർഫാൾ, ജോഗിന് വേറെയും പേരുണ്ട് കേട്ടോ. ജോഗ് വാട്ടർഫാളിന്റെ മറ്റൊരു പേരാണ് ഗർസാപ്പോ വാട്ടർഫാൾ എന്ന് പറയും. ഗർസാപ്പോ, അല്ലെങ്കിൽ ഇടയ്ക്ക് പുതിയൊരു പേര് വന്നു, മഹാത്മാഗാന്ധി വാട്ടർഫാൾ എന്നും നിലവിൽ അറിയപ്പെടുന്നു കേട്ടോ. ജോഗ് വാട്ടർഫാളിന്റെ ഇപ്പോഴത്തെ പുതിയ 2 പേരുകളാണ് കേട്ടോ. മറ്റൊരു പേര്, പഴയ പേരാണ് ഗർസാപ്പോ, പുതിയ നിലവിൽ ഇപ്പോൾ ഒരു പേരൂടെ വന്നു, മഹാത്മാഗാന്ധി വാട്ടർഫാൾ എന്നും അറിയപ്പെടും. എവിടെയാണ് ജോഗ് പറഞ്ഞത്? കർണാടകയിൽ. ഏത് റിവറിൽ? ശരാവതി, നമ്മുടെ ശരാവതി നദിയിലാണ് ജോഗ് വാട്ടർഫാൾ വരുന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടാളസ്റ്റ് വാട്ടർഫാളിൽ ഒന്നാണ്. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ ടാളസ്റ്റ് വാട്ടർഫാൾ ജോഗ് അല്ല. ജോഗിനേക്കാളും ഹൈറ്റ് ഉണ്ട് ആർക്ക്? ഈ കർണാടകയിലെ ഈ കുഞ്ചിക്കൽ വാട്ടർഫാൾ. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യമാണ്, ഓക്കെ, അപ്പം അടുത്ത ചോദ്യമാണ്, ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആർ മേഡ് അപ്പ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ അല്ലേ, നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രാഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ പ്ലെയിൻസ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഹിമാലയൻ നദികളാണ് അല്ലേ. നമ്മുടെ ഹിമാലയൻ നദികളാണ് എന്തുണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ, സമതലങ്ങൾ അല്ലേ. അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന? ഈ ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അല്ലേ മണ്ണുകൾ, സോയിൽസ് ഡെപ്പോസിറ്റ് ആയാണ് ആ പ്രദേശം ഒരു പ്ലെയിനായി മാറിയത്. അത് ഏത് സോയിൽ എന്നാണ് നമ്മുടെ ചോദ്യം. സോ നമുക്കറിയാം, നദികളിലും നദികളുടെ കരകളിലും പ്രധാനമായും കാണപ്പെടുന്ന മണ്ണുകളാണ് ഓപ്ഷൻ ബി അലൂവിയൽ സോയിൽ അല്ലേ. നോർത്തേൺ പ്ലെയിൻസ് ആർ മേഡ് അപ്പ് ഓഫ് അലൂവിയൽ, എക്കൽ എന്ന് പറയും, എക്കൽ മണ്ണുകൾ അല്ലേ. ഈ അലൂവിയൽ സോയിലുകൾ കൊണ്ടാണ് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നോർത്തേൺ പ്ലെയിൻസ് ആർ മേഡ് അപ്പ് ഓഫ് അലൂവിയൽ സോയിലുകൾ. അലൂവിയൽ സോയിലുകൾ കൊണ്ടാണ് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ അലൂവിയൽ സോയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ഉണ്ട്. ന്യൂ അലൂവിയൽ ഉണ്ട്, ഓൾഡ് അലൂവിയലും ഉണ്ട്. അലൂവിയൽ 2 ടൈപ്പ് ഉണ്ട്. ന്യൂ അലൂവിയൽസും ഉണ്ട്, ഓൾഡ് അലൂവിയലും ഉണ്ട്. ന്യൂ അലൂവിയൽ സോയിൽ ഈസ് നോൺ ആസ്, പുതിയ അലൂവിയൽ, ന്യൂ അലൂവിയൽ സോയിൽ ഈസ് നോൺ ആസ് ഖാദർ എന്ന് പറയും. ഓൾഡ് അലൂവിയൽ ഈസ് നോൺ ആസ് ബാങ്കർ എന്ന് പറയും. അങ്ങനെ 2 ടൈപ്പ് അലൂവിയൽ സോയിൽസ് ഉണ്ട്. ഖാദർ സോയിലും ഉണ്ട്, ബാങ്കർ സോയിലും. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഒരു ന്യൂ അലൂവിയലിനെ, പുതിയ അലൂവിയലിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഖാദർ എന്നും. അതിൽ പഴയ അലൂവിയലിനെ വിളിക്കുന്ന പേരാണ് ബാങ്കർ എന്നും. അങ്ങനെ 2 ടൈപ്പ് എന്തുണ്ട്? അലൂവിയൽ സോയിൽസ് ഉണ്ട്. ഈ അലൂവിയൽ സോയിലുകൾ കൊണ്ടാണ് ഇന്ത്യയുടെ എന്ത് പ്ലെയിന്? നോർത്തേൺ പ്ലെയിന് രൂപപ്പെട്ടത് കേട്ടോ. നോർത്തേൺ പ്ലെയിൻസ് ആർ മേഡ് അപ്പ് ഓഫ് വിച്ച് സോയിൽ? അലൂവിയൽ സോയിൽസ്. അലൂവിയൽ സോയിലുകൾ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്ക്? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ആക്ച്വലി നമുക്ക് ടൈപ്സ്, റോക്സിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ് പറഞ്ഞത്. ആർക്കാണെന്നറിയോ? ഇഗ്നിയസ് റോക്ക്, ദെൻ സെക്കൻഡ് വൺ സെഡിമെൻ്ററി റോക്സ്, തേർഡ് മൂന്നാമത്തതാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയും. അങ്ങനെ 3 ടൈപ്പ് റോക്ക്. ഇതിൽ എന്താണ് ഇഗ്നിയസ് റോക്ക് എന്ന് വെച്ചാൽ, നമ്മുടെ ഓൾക്കാനുകളുണ്ടല്ലോ, അഗ്നിപർവ്വതം, ഈ ഓൾക്കാനയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലാവ, നമ്മുടെ ഓൾക്കാനസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലാവ
ഈ ലാവ കെട്ടിക്കിടന്ന് ഉണ്ടാവുന്ന റോക്സുകളാണ് ആര്? ഇഗ്നിയസ് റോക്ക്. കേട്ടോ, വോൾക്കാനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവ, ആ ലാവ കെട്ടിക്കിടന്ന് ഉണ്ടാവുന്ന റോക്സുകളാണ് ആര്? ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. സോ ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബസാൾട്ട് റോക്ക്, അതുപോലെ തന്നെ ഗ്രാനൈറ്റ്, നമ്മുടെ ഗ്രാനൈറ്റ് കേട്ടോ, ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ജിപ്സം, ജിപ്സം അല്ല, സോറി ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഏത് ഇഗ്നിയസ് റോക്കിന് മെയിൻ ആയിട്ടും വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ, ഇഗ്നിയസ് റോക്ക്. ഓക്കെ, ഇനി എന്താണ് സെഡിമെന്ററി എന്ന് വെച്ചാൽ, സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഡിമെന്റേഷൻ, അതായത് വസ്തുക്കൾ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കേട്ടോ, സെഡിമെന്റേഷൻ കൂടെ ഉണ്ടാവുന്ന റോക്സ് ആണ് ആര്? സെഡിമെന്ററി. ഇതിന് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈം സ്റ്റോൺ, നമ്മുടെ ചുണ്ണാമ്പ് ലൈം സ്റ്റോൺ, ഇതിലാണ് ജിപ്സം, സാൻഡ് സ്റ്റോൺ, ഇങ്ങനത്തെ വളരെ കട്ടി കുറഞ്ഞ റോക്സുകളാണ് ആര്? സെഡിമെന്ററി റോക്സ്. ഇവിടെ തിൻ ലെയർ ആണ്, വളരെ കട്ടി കുറവാണ് ആർക്ക്? സെഡിമെന്ററി. ഇനി മൂന്നാമത്തെയാണ് മെറ്റാമോർഫിക് എന്ന് പറയും കേട്ടോ, മെറ്റാമോർഫിക്. നമ്മൾ ഈ മോർഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് എന്ന് പറയും അല്ലേ, ചേഞ്ച്, രൂപമാറ്റം അല്ലേ. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലൂടെ ഒരു രൂപമാറ്റം സംഭവിച്ചുണ്ടാവുന്ന റോക്സുകളാണ് ആര്? മെറ്റാമോർഫിക് റോക്സുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മെറ്റാമോർഫിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡയമണ്ട്, മാർബിൾ, നീസ് കേട്ടോ, ഇങ്ങനത്തെ വളരെ കട്ടി കൂടി വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള റോക്കുകളാണ് കേട്ടോ, വളരെ ഹാർഡസ്റ്റ് റോക്കുകളാണ് ആര്? മെറ്റാമോർഫിക് കേട്ടോ. സെഡിമെന്ററി എന്ന് പറഞ്ഞാൽ വളരെ തിൻ ലെയർ, വളരെ കട്ടി കുറഞ്ഞ തിൻ ലെയർ റോക്സ് ആയിരുന്നു സെഡിമെന്ററി എങ്കിൽ, വളരെ കട്ടി കൂടിയ ഹാർഡസ്റ്റ് റോക്കുകളാണ് ആര്? മെറ്റാമോർഫിക് റോക്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്പാണ് റോക്സുകൾ ഉള്ളത്. ഏതൊക്കെ? ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക്. സോ ഇനി നമുക്ക് ഇതിൽ ഓപ്ഷനിലേക്ക് പോകാം. നമ്മുടെ ഓപ്ഷൻ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഇഗ്നിയസ് റോക്ക് എന്നാണ്. സോ ഇഗ്നിയസ് റോക്കിന് നമ്മുടെ എക്സാമ്പിൾ പഠിച്ചത് ആരാ? ബസാൾട്ടും ഗ്രാനൈറ്റും. ഓപ്ഷനിലുണ്ടോ നോക്ക്? യെസ്, ഗ്രാനൈറ്റ് ഉണ്ട് അല്ലേ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്രാനൈറ്റ് ആണ് ഒരു ഇഗ്നിയസ് റോക്കിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആരാണ്? ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് എന്നാണ് ചോദ്യം. ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിപ്പാടം ഏതെന്നറിയോ? ഫസ്റ്റ് കോൾ ഫീൽഡ് അത് റാണിഗഞ്ച് ആണ്. അതൊരു സ്റ്റാറ്റിക് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഫസ്റ്റ് കോൾ ഫീൽഡ് വെസ്റ്റ് ബംഗാളിലെ റാണിഗഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ഫീൽഡ് എന്ന് പറയുന്ന ആദ്യത്തെ കൽക്കരിപ്പാടം. നമ്മുടെ ചോദ്യം ഏറ്റവും വലുതായിരുന്ന ലാർജസ്റ്റ് കോൾ ഫീൽഡ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ലാർജസ്റ്റ് കോൾ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ജാർഖണ്ഡിലെ ജാറിയയാണ് കേട്ടോ. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ദ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ ഏതാണ്? ജാറിയ. എവിടെയാ ജാറിയ? ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ആദ്യത്തെ കൽക്കരിപ്പാടമാണ് ആര്? റാണിഗഞ്ച്. റാണിഗഞ്ച് ഏത് സ്റ്റേറ്റില? വെസ്റ്റ് ബംഗാളിലാണ്. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചോദിച്ചാൽ അത് ജാർഖണ്ഡിലെ ജാറിയ. ആക്ച്വലി ഇതെല്ലാം ഈ പറയുന്ന കൽക്കരിപ്പാടം ഇതെല്ലാം വരുന്ന നമ്മുടെ ജാർഖണ്ഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേറ്റുവായ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിലാണ്. ഇന്ത്യയുടെ മിനറൽ ഹൗസ് എന്നാണ് നമ്മൾ ഈ പ്ലേറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മിനറൽ ഹൗസ് എന്നറിയപ്പെടുന്ന ഈ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിലാണ് നമ്മുടെ ഈ ഒരു ജാറിയ, നമ്മുടെ ഈ ജാറിയ അതുപോലെ റാണിഗഞ്ച് ഒക്കെ ഇരിക്കുന്നു. പക്ഷെ ജാറിയ ഏത് സ്റ്റേറ്റില? ജാർഖണ്ഡിലും. റാണിഗഞ്ച് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലുമാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, വിച്ച് റിവർ ഈസ് നോൺ ആസ് സോറോ ഓഫ് ബീഹാർ? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന റിവർ ആരെന്നാണ് ചോദ്യം. ബീഹാറിന്റെ ദുഃഖം. ആക്ച്വലി നമുക്കിങ്ങനെ കുറേ ഉണ്ട്. നമ്മുടെ ബീഹാറിന്റെ ദുഃഖം, ദെൻ ബംഗാളിന്റെ ദുഃഖം, ദെൻ ആസാമിന്റെ ദുഃഖം, ദെൻ ഒഡീഷയുടെ ദുഃഖം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിനർത്ഥം അവിടെ ഫ്ലഡ് ഉണ്ടാക്കുന്നതാണ്, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന നദികളാണ്. അതിനാണ് നമ്മൾ ദുഃഖങ്ങൾ എന്ന് പറയുന്നത്. സോ ബീഹാറിന്റെ ദുഃഖം ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോസിയാണ്. കോസി കേട്ടോ. ബീഹാറിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടാക്കുന്ന നദിയാണ് ആര്? കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്ന് പറയും. ഇനി ബംഗാളിന്റെ ദുഃഖം നമ്മുടെ ഓപ്ഷനിൽ തന്നെയുണ്ട്. ബംഗാളിന്റെ ദുഃഖം എന്ന് പറയുന്നത് ദാമോദറാണ്. ദാമോദർ നദി
കേട്ടോ. ബംഗാളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന റിവർ, ബംഗാളിന്റെ ദുഃഖം. ആസാമിന്റെ ദുഃഖം, ഓപ്ഷൻ എ ആരാണ്? നമ്മുടെ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസാമിന്റെ ദുഃഖം, സോർ ഓഫ്. ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കും. അതുപോലെ ഒഡീഷയുടെ ദുഃഖം എന്ന് പറയുന്നത് മഹാനദി. ഒഡീഷയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന നദി ആരാണ്? മഹാനദി. കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. സോർ ഓഫ് ബീഹാറൊക്കെ ഒരുപാട് തവണ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചുള്ള ചോദ്യമാണ്. ബീഹാറിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന ആരാണ്? കോസി. ബംഗാളിന്റെ ദുഃഖം എന്ന് പറയുന്നത് ആരാണ്? ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം. അതുപോലെ ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത് ആരാണ്? ആസാമിന്റെ ദുഃഖം നമ്മുടെ ബ്രഹ്മപുത്ര നദി, നമ്മുടെ ബ്രഹ്മപുത്രയാണ് ആസാമിന്റെ ദുഃഖം. കേട്ടോ, ഒഡീഷയുടെ ദുഃഖം ആരാണ്? ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ് ഒഡീഷയുടെ എന്തെന്ന് പറയുന്നത്? ദുഃഖം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പൂർവാചൽ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ പൂർവാചലിനെ പറ്റി നമ്മൾ പഠിച്ചതല്ലേ, നമ്മുടെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലെ പൂർവാചൽ. അപ്പം ഞങ്ങൾക്ക് അവിടെ അരുണാചലിലെ പേര്, നാഗാലാൻഡിലെ പേര്, മണിപ്പൂരിലെ പേര്, ദെൻ നമ്മൾ മിസോറാമിലെ പേര് അല്ലേ. ഈ സ്റ്റേറ്റിലൊക്കെ ഈ മലയുണ്ട്, പക്ഷേ ഈ പല സ്റ്റേറ്റിലും പല പേരുകളിലാണ് ഈ മല അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ ഏത് മല അതിൻ്റെ ഭാഗമല്ലാത്തത്? നമ്മൾ അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ട പേരായിരുന്നു പത്കൈബം അല്ലേ. അപ്പോൾ അത് പൂർവാചലിൻ്റെ ഭാഗമാണ്, അപ്പോൾ സോ അത് ആൻസർ അല്ല അല്ലേ. അരുണാചലിലെ പേരായിരുന്നു പത്കൈബം. മിസോറാമിൽ അല്ലേ മിസോ ഹിൽസ് അല്ല. നാഗാലാൻഡിൽ നാഗാ ഹിൽസ്. അപ്പോൾ ഇതൊക്കെ പൂർവാചലിൻ്റെ ഭാഗമാണ്. പക്ഷേ ഗാസി നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഗാസി ഞാൻ എവിടെ ഇറങ്ങി വന്ന മേഘാലയയിലെ ഹില്ല് അല്ലേ. നമ്മുടെ മേഘാലയയിലെ കുന്നാണ് ആര്? ഗാസി കുന്ന്. ഗാസി ആരുടെ ഭാഗമല്ല? പൂർവാചലിന്റെ ഭാഗമല്ല അല്ലെ. പൂർവാചലിന്റെ ഭാഗമല്ലാത്തൊരു മലയാണ് ആര്? നമ്മുടെ ഗാസി കുന്നുകൾ. എവിടെ? മേഘാലയ അല്ലെ. സോ അത് എന്തായാലും ആരുടെ പാർട്ടല്ല? ഗാസി എവിടെ? മേഘാലയ, പൂർവാചലിന്റെ അല്ല. സോ പത്കൈബം, മിസോ ഹിൽസ്, നാഗാ ഹിൽസ് ആരുടെ പാർട്ടാണ്? പൂർവാചലിന്റെ ഭാഗമായി വരുന്ന ഹിൽസുകളാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഓഫ് സോളാർ സിസ്റ്റം? നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആരെന്നാണ് ചോദ്യം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ആക്ച്വലി നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം നമ്മുടെ വീനസ് ആണ്. വീനസ് കേട്ടോ, വീനസ് ആണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചൂട്. അതിൻ്റെ കാരണം വെച്ചാൽ വീനസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് കാർബൺ ഡയോക്സൈഡ്. ദ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് വളരെ കൂടിയാൽ ആ പ്രദേശത്ത് എന്ത് കൂടും? ചൂട് കൂടും. അപ്പോൾ വീനസിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആയതുകൊണ്ട് തന്നെ വീനസ് ആണ് ഗ്രഹങ്ങളിൽ ഏറ്റവും ചൂട് കൂടിയ ഹോട്ടസ്റ്റ്. സെക്കൻഡ് ഹോട്ടസ്റ്റ് ആണ് നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്ന മെർക്കുറി. മെർക്കുറി രണ്ടാം സ്ഥാനത്താണ്. സെക്കൻഡ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ് ആര്? മെർക്കുറി. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആരും ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ വീനസ് ആണ്. കാരണം അതിൻ്റെ പ്രസൻസ്, വീനസിൽ ഏറ്റവും ഉള്ള ഗ്യാസ് ആരുമാണ്? കാർബൺ. കാരണം കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ പൊതുവെ അവിടെ എന്ത് കൂടും? ചൂട് കൂടും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മാസ്, നമ്മൾ മാസിനെ പറയുന്നത് റെഡ് പ്ലാനറ്റ് എന്നാണ് അല്ലേ. ഏറ്റവും ചുമന്ന ഗ്രഹം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിൻ്റെ കാരണം എന്തറിയാമോ? മാസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണെന്ന് പറഞ്ഞാൽ റെഡ് സോയിലാണ്. റെഡ് സോയിൽ അല്ലേ. റെഡ് സോയിലിന് റെഡ് കളർ കിട്ടാൻ കാരണം എന്താ? ദ പ്രസൻസ് ഓഫ് ഫെറസ് ഓക്സൈഡ് അല്ലേ, അയൺ ഓക്സൈഡ് അല്ലേ. നമ്മുടെ ഫെറസ് ഓക്സൈഡ്, അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് മാസിലെ മണ്ണുകൾ എന്ത് മണ്ണായത്? ചുമപ്പ് കളറായത്. അതുകൊണ്ടാണ് റെഡ് സോയിൽ ഉള്ളത് കൊണ്ട് റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നു ആര്? മാസ് കേട്ടോ. അതുപോലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ആരും ചോദിച്ചാൽ അതാരാണ്? വീനസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിര ആരെന്നാണ്? സോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് മൗണ്ടൻ ആണ് നമ്മുടെ ഓപ്ഷൻ എ, ഹിമാലയം കേട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യങ്ങസ്റ്റ് മൗണ്ടൻ ആണ് ആര്? ഹിമാലയം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് അല്ലേ. യങ്ങസ്റ്റ് ആദ്യം നമുക്ക് ഹിമാലയം എടുക്കായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആരെന്ന് ചോദിച്ചാൽ അത് അരവല്ലിയാണ്. അരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താണ്? ഓൾഡസ്റ്റ്. സോ ആൻസർ ഏതാ? അരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താണ്? ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മെയിൻലി നമ്മുടെ രാജസ്ഥാൻ മേഖലയിലാണ് വരുന്നത്. രാജസ്ഥാൻ, ഹരിയാന ആ റീജിയനിലാണ്. ചെറുതായിട്ട് ഗുജറാത്ത് റീജിയനിലും വരുന്നുണ്ട് ആര്? അരവല്ലിയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ചോദിക്കും കേട്ടോ. അരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് രാജസ്ഥാനിൽ ഇരിക്കുന്ന ഗുരുഷിക്കാർ എന്ന് പറയുന്ന പീക്കാണ് കേട്ടോ. ഗുരുഷിക്കാർ രാജസ്ഥാനിലെ ഗുരുഷിക്കാറാണ് ആരാവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേട്ടോ. ഹയസ്റ്റ് പീക്ക് ഇൻ ആരാവല്ലി ആരാണ്? ഗുരുഷിക്കാർ. ഏത് സ്റ്റേറ്റാ?
രാജസ്ഥാനിലാണ് വരുന്നത്. രാജസ്ഥാന്റെ ഗുരുശിഖർ, ഹയസ്റ്റ് പീക്ക് ഓഫ് ആരാവല്ലി, ആരാവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതുപോലെ ആരാവല്ലിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയുണ്ട് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷന്റെ പേരാണ് മൗണ്ട് അബു എന്ന് പറയും. അബു കേട്ടോ, അബു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ എവിടെ ഇരിപ്പുണ്ട്? ആരാവല്ലി, രാജസ്ഥാനാണ്. ഇവിടെ തന്നെയാണ്, രാജസ്ഥാനിൽ തന്നെയാണ്. സോ രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ കൂടിയാണ് ആര്? മൗണ്ട് അബു. അവിടുത്തെ പീക്ക്, രാജസ്ഥാന്റെ അല്ലെങ്കിൽ ആരാവല്ലിലെ ഹയസ്റ്റ് പീക്ക് കൊടുമുടിയാണ് ആര്? ഈ ഗുരുശിഖർ. മൗണ്ട് അബു എന്തല്ല? ഒരു പീക്കല്ല, മൗണ്ടൻ അല്ല. മൗണ്ട് അബു ഒരു ഹിൽ സ്റ്റേഷനാണ്, ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനാണ് ആര്? മൗണ്ട് അബു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ പോർട്ട് എന്ന് പറയുന്നത് മുംബൈ പോർട്ടാണ്. ബിഗ്ഗസ്റ്റ് പോർട്ട്, ഏറ്റവും വലിയ പോർട്ട് ആരാണ്? മുംബൈ പോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോർട്ട്, ഏറ്റവും ആഴം കൂടിയ പോർട്ട് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആന്ധ്രയിലെ നമ്മുടെ വിശാഖപട്ടണമാണ്. ഏതാണ്? വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോർട്ട്. പക്ഷെ നമ്മുടെ ചോദ്യം അതൊന്നുമല്ല. നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് മുംബൈ പോർട്ടാണ്, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് മുംബൈ തന്നെ, നമ്മുടെ നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടാണ് കേട്ടോ. ഏറ്റവും വലിയ പോർട്ട് മുംബൈ പോർട്ടാണ്, പക്ഷേ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഇത് മുംബൈ തന്നെ കേട്ടോ. നവി മുംബൈയിൽ, നമ്മുടെ നവി മുംബൈ, അത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. നവി മുംബൈ ഇരിക്കുന്ന പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് നവശവ പോർട്ട് എന്ന് പറയും കേട്ടോ. ജവഹർലാൽ നെഹ്റു പോർട്ടിന്റെ മറ്റൊരു പേരാ എന്ത് പോർട്ട്? നവശവ പോർട്ട് എന്ന് പറയും. നവശവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട്? കണ്ടെയ്നർ പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഏതാണ്? നവശവ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറയും കേട്ടോ. അത് ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട്. ഏറ്റവും വലിയ പോർട്ട് ചോദിച്ചാൽ ഏറ്റവും വലിയ പോർട്ട് മുംബൈ പോർട്ടാണ്. ആരാണ്? മുംബൈ പോർട്ട്. ഏറ്റവും ഡീപ്പസ്റ്റ് ചോദിച്ചാൽ ആരാ? ഡീപ്പസ്റ്റ് പോർട്ട് ആരാണ്? വിശാഖപട്ടണം പോർട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യമാണ്, വിച്ച് പാസ് കണക്ട് കുളു വാലി ആൻഡ് സ്പിത്തി വാലി? നമ്മുടെ കുളു എവിടെയാ? കുളു മണാലിയൊക്കെ ഹിമാചലാണല്ലേ. ഹിമാചലിലെ രണ്ട് പ്രദേശമാണ് ഈ കുളു, അല്ലെങ്കിൽ നമ്മുടെ മണാലി എന്നും പറയാം. നമുക്ക് മണാലി സ്പിത്തി എന്നും പറയാം. മണാലിയെ സ്പിത്തിയുമായി അല്ലെങ്കിൽ കുളു എന്നെ കണക്ട് ചെയ്യുന്ന വാലി അല്ലേ. പക്ഷെ നമ്മുടെ ചോദ്യം ഏത് ചുരം എന്നാണ്? പാസ്. വിച്ച് പാസ് കണക്ട് കുളു ആൻഡ് സ്പിത്തി? ആരെന്നറിയോ? കുളു വാലിയെ സ്പിത്തി വാലിയുമായി കണക്ട് ചെയ്യുന്ന പാസ് അതായത് നമ്മുടെ റോക്തങ് പാസ് ആണ്. ഏത് പാസ്സാണ്? റോക്തങ് പാസ് കണക്ട് മണാലി സ്പിത്തി. നമ്മുടെ മണാലിയെ സ്പിത്തിയുമായി കണക്ട് ചെയ്യുന്ന ചുരമാണ് ഈ ഏത്? റോക്തങ് പാസ്. ഹിമാചൽ പ്രദേശിലാണ്. കാരണം ഇതിലിപ്പോൾ നിങ്ങൾ ബനിഹൽ നമ്മുടെ ജമ്മുവിലെ ഒരു ചുരമാണ്. സോജില ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശ്രീനഗറിനെ ലേയുമായി കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ് ഏത്? സോജില പാസ് കേട്ടോ. സോജില കണക്ട് ആരൊക്കെ തമ്മിലാണ്? ശ്രീനഗർ, ലീപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരാഖണ്ഡിൽ വരുന്ന ഒരു പാസ്സാണ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന പാസ് കേട്ടോ. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഏത്? ലിപ്പിലേക്ക് പാസ്. സോ ഇതിലൊറ്റ പാസ് ഹിമാചലിൽ വരുന്നുള്ളൂ. ഏത് പാസ്? റോക്തങ് പാസ്സാണ്. ഏതൊക്കെ സ്ഥലത്തെ? കുളുവിനെ ഏത്? സ്പിത്തിയുമായി. കുളു വളരെ മണാലി സ്പിത്തി ഏതാണ്? റോക്തങ് പാസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചുരങ്ങളാണ്. ചുരങ്ങൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റാറ്റിക്കലും ചോദിക്കുന്ന കാര്യങ്ങളാണ്. സോ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഹൗ മെനി കൺട്രീസ് ഡസ് ഇന്ത്യ ഷെയർ ഇറ്റ്സ് ലാൻഡ് ബൗണ്ടറി? എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യക്ക് എത്ര നൈബറിങ് കൺട്രി ഉണ്ട്? ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളാണ് വരുന്നത് അല്ലെ. ഇന്ത്യക്ക് എത്ര അയൽ രാജ്യമുണ്ട്? 9. അതിൽ ഇന്ത്യ 7 രാജ്യങ്ങളുമായിട്ട് ലാൻഡ് ബൗണ്ടറിയും 2 രാജ്യങ്ങളുമായിട്ട് സീ ബൗണ്ടറി. സോ നമ്മുടെ ചോദ്യം അതാണ്, ലാൻഡ് ബൗണ്ടറി. സോ ആൻസർ ഏതാ? 7 ആണ് അല്ലേ. 7 രാജ്യവുമായിട്ട് ഇന്ത്യക്ക് എന്തുണ്ട്? ലാൻഡ് ബൗണ്ടറി. അത് ഏതൊക്കെയാ 7 രാജ്യം? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന,
നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇങ്ങനെ 7 രാജ്യം അല്ലേ ലാൻഡ് ബൗണ്ടറി. 2 രാജ്യം നമുക്ക് സീ ബൗണ്ടറി ആരൊക്കെയാണ് സീയിൽ വരുന്നത്? അത് നമ്മുടെ ശ്രീലങ്കയും ദെൻ ആരാണ് നമ്മുടെ മാൽദീവ്സ് അല്ലേ, അവരുമായിട്ടാണ് നമുക്ക് സീ ബൗണ്ടറി അല്ലേ. അതുപോലെ ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എത്രയെന്നറിയോ? അത് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി അത് 15,100 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി ഇത്രയും വരും. 15,100 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി. എത്ര രാജ്യമായിട്ടുള്ള? 7. അതിൽ ഏറ്റവും കൂടുതൽ ആര് മാറ്റാം? ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് ഇന്റർനാഷണൽ ബൗണ്ടറി ഏറ്റവും കൂടുതൽ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ബൗണ്ടറി വരുന്നത് ആരുമാറ്റെന്നറിയോ? ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറി വരുന്നത്. 4,100 കിലോമീറ്റർ നമുക്ക് ആരുമാറ്റമുണ്ട്? ബംഗ്ലാദേശുമായിട്ടുണ്ട്. ഏറ്റവും ലോങ്ങസ്റ്റ് ബൗണ്ടറി ഇന്ത്യ ബംഗ്ലാദേശാണ്. ഇനി ഏറ്റവും ഷോർട്ടസ്റ്റ് ആരെന്നറിയോ? അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കുറച്ച് അതിർത്തി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടേ ഉള്ളൂ. വെറും 106 കിലോമീറ്റർ. വെറും 106 കിലോമീറ്റർ ആണ് ഇന്ത്യ ആര്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ബംഗ്ലാദേശ് എത്രയുണ്ട്? 4,100. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ വെറും എത്രയുള്ളൂ? 106 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യക്ക് ആരുമായിട്ടുള്ളത്? അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബൗണ്ടറി. ടോട്ടൽ ലാൻഡ് ബൗണ്ടറി എത്രയാ? 15,100 കിലോമീറ്റർ. ഓക്കെ, സോ ഇതാണ് ഇന്ത്യയുടെ ഒരു ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ സീ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റൽ ലൈൻ എത്രയെന്ന് പറയും? ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ, ഇന്ത്യയുടെ തീരദേശം അത് ചോദിക്കും കേട്ടോ. ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എത്രയാണ്? അത് എത്രയെന്ന് ചോദിച്ചാൽ അത് 7,516 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തീരദേശത്തിൻ്റെ നീളം എത്രയേ ഉള്ളൂ? 7,516 കിലോമീറ്റർ. ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യയുടെ കോസ്റ്റൽ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത ചോദ്യമാണ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ടർ ബോഡീസ് നീപ് ടൈഡ് ഒക്കർ. ആക്ച്വലി നമ്മുടെ ഈ ടൈഡ്സ് 2 ടൈപ്പ് ടൈഡ് ഉണ്ട്. അത് നിങ്ങൾ വെള്ളത്തിലൊക്കെ നമുക്കറിയാം. ഈ വേലികയറ്റം വേലിയിറക്കം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് സംഭവം. അത് വേലികയറ്റം എന്ന് പറഞ്ഞാൽ കടലിൽ വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. അതാണ് വേലിക്കയറ്റം. അതിനെ സ്പ്രിംഗ് ടൈഡ് എന്നാണ് പറയുന്നത്. ഇതാണ് സ്പ്രിംഗ് ടൈഡ്. ഇനി കടലിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് വേലിയിറക്കം അഥവാ നീപ് ടൈഡ് എന്ന് പറയും. അങ്ങനെ 2 ടൈപ്പ് ടൈഡ് ഉണ്ട്, സ്പ്രിംഗ് ടൈഡും നീപ് ടൈഡും. ഇതിൽ എപ്പോഴാണ് നമുക്ക് സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇവർ 3 പേരും ഒരു സ്ട്രെയിറ്റ് ലൈനായി വരുന്ന സമയങ്ങളില്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നേർരേഖയിൽ. നമുക്കറിയാം സൂര്യനെ ആര് ബലം വയ്ക്കുന്നുണ്ട്? ഭൂമി ആരും ബലം വയ്ക്കുന്നുണ്ട്? ചന്ദ്രൻ. അങ്ങനെ ബലം വയ്ക്കുന്ന സമയത്ത് ഇവർ 3 പേരും ഒരു സ്ട്രെയിറ്റ് ലൈനായി വരുന്ന സമയങ്ങളിൽ, നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എക്ലിപ്സ് ഉണ്ടാവുന്ന പീരീഡിലാണല്ലേ എക്ലിപ്സ് അല്ലേ. സോളാർ എക്ലിപ്സും ഉണ്ട്, ലൂണാർ എക്ലിപ്സും ഉണ്ട്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ട്. അതിൽ ഇവർ 3 പേരും സ്ട്രെയിറ്റ് ലൈനായി വരുമ്പോൾ എന്തുണ്ടാവും? സ്പ്രിംഗ് ടൈഡ് ഉണ്ടാവും. സോ സ്ട്രെയിറ്റ് ലൈൻ. സോ നമുക്ക് ഓപ്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ചോദ്യം സ്പ്രിംഗ് ടൈഡ് അല്ല, നീപ് ടൈഡ്, വേലിയിറക്കം. ഇനി ഇവർ 3 പേരും സ്ട്രെയിറ്റ് ലൈനിന് പകരം ഇവർ 3 പേരും ഒരു റൈറ്റ് ആംഗിളായി വരുന്ന സമയങ്ങളിൽ കേട്ടാ, എങ്ങനെ ഒരു റൈറ്റ് ആംഗിളായി വരുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കും? നീപ് ടൈഡ് സംഭവിക്കും കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇവർ 3 പേരും എങ്ങനെ വരും? സ്ട്രെയിറ്റ് ലൈനായി വരും. അല്ലെങ്കിൽ ഇവർ 3 പേരും എങ്ങനെ വരും? ഒരു റൈറ്റ് ആംഗിളായി ഫോം ചെയ്യും. അങ്ങനെ റൈറ്റ് ആംഗിളായി വരുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കും? നീപ് ടൈഡ് സംഭവിക്കും. സോ നമ്മുടെ ഓപ്ഷനിൽ നോക്കേണ്ട റൈറ്റ് ആംഗിൾ എന്നൊരു വാക്കുണ്ടോ നോക്ക്. യെസ്, റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ വെൻ ദ എർത്ത് മൂൺ സൺ ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ, ദെൻ ആ സമയങ്ങളിൽ എന്തുണ്ടാവും? നീപ് ടൈഡ് ഉണ്ടാവും. പക്ഷെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ സ്പ്രിംഗ് ടൈഡ് എന്നായിരുന്നെങ്കിൽ നമ്മൾ എടുത്തേനെ വെൻ ദ എർത്ത് മൂൺ സൺ ആർ ലൈൻ അപ്പ് പിന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് എക്ലിപ്സ്. ഏതൊക്കെ എക്ലിപ്സ് ഉള്ളത്? സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും അല്ലേ. സോളാർ എക്ലിപ്സ് പറഞ്ഞാൽ സൂര്യഗ്രഹണം, ലൂണാർ എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരും? ചന്ദ്രൻ വരും. ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടാ. ആരൊക്കെ? സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് സോളാർ. ലൂണാർ എക്ലിപ്സ് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരും. സ്ട്രെയിറ്റ് ലൈൻ കേട്ടാ. ഭൂമി നടുക്ക് വരുമ്പോൾ ഏത് എക്ലിപ്സ്? ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം എന്ന് പറയും. അങ്ങനെ 2 തരത്തിലുള്ള എന്തുണ്ട്? ഗ്രഹണങ്ങളുണ്ട്. സൂര്യഗ്രഹണവും ഉണ്ട്, ചന്ദ്രഗ്രഹണമുണ്ട്. ഓക്കെ, സോ വളരെ ഇത് റിപ്പീറ്റഡ് ചോദിച്ചോട്ടോ, ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ച ചോദ്യമാണ് ഈ വെൻ നീപ് ടൈഡ് പ്രൊഡ്യൂസ്ഡ്. സോ കൃത്യമായി അത് നോട്ട് ചെയ്ത് വെക്കുക.
ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യമാണ് ദ ഹൈറ്റ് ഓഫ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. നമ്മുടെ മൗണ്ട് K2 അല്ലെ, മൗണ്ട് K2 മറ്റൊരു പേരാണ് എന്ത്, ഗോഡ്വിൻ ആസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയ അല്ലെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പീക്കാണ് ആര്, ഈ മൗണ്ട് K2 എന്ന് പറയുന്നത്. അതിന്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരാ, വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആരാണ്, അത് മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലെ. എത്ര ഹൈറ്റ്, 8848 മീറ്റർ. 8848 മീറ്റർ ആണ് എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. എവറസ്റ്റ് എവിടെയാ, നേപ്പാളിലാണ് ഇരിക്കുന്നത് അല്ലേ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പീക്കാണ് ആര്, മൗണ്ട് K2 അല്ലേ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8600 ആണ്. 8611 മീറ്റർ ആണ് ആരുടെ ഉയരം, മൗണ്ട് K2വിന്റെ ഉയരം. എത്രയാണ്, 8611 മീറ്റർ. ആരുടെ ഹൈറ്റ്, മൗണ്ട് K2വിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. മൗണ്ട് K2 ഹിമാലയത്തിലാണോ, അല്ല. മൗണ്ട് K2 ഇരിക്കുന്നത് എവിടെയാ, നമ്മുടെ ട്രാൻസ് ഹിമാലയയിലെ കാരക്കോറം റേഞ്ചിൽ അല്ലേ. നമ്മുടെ ട്രാൻസ് ഹിമാലയയിലെ കാരക്കോറം റേഞ്ചിലാണ് ആരിയിരിക്കുന്നത്, മൗണ്ട് K2. 8611 മീറ്റർ ആണ് വേൾഡിലെ ഏറ്റവും രണ്ടാമത്തെ പീക്ക്. ഇനി വേൾഡിലെ മൂന്നാമത്തെ പീക്ക് ആരാ, അത് നമ്മുടെ കാഞ്ചൻജംഗയാണ് അല്ലെ. നമ്മുടെ കാഞ്ചൻജംഗയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പീക്ക്. 8586 മീറ്റർ. എത്രയാണ്, 8586 മീറ്റർ ആണ് ആരുടെ ഉയരം, കാഞ്ചൻജംഗയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. 8586. സോ ഇത് ഈ മൂന്ന് പീക്കിന്റെ ഹൈറ്റ് അത് ഇങ്ങനെ പഠിച്ചാൽ മതി, 88, 86, 85. കാരണം ഇത് മഞ്ഞുമല ആയതുകൊണ്ട് ഫുൾ നമ്പർ പഠിക്കണമെന്നില്ല, ഈ ഒരു ഹൈറ്റ് പഠിച്ചാൽ മതി. 88 ആണ് എവറസ്റ്റ്, 86 ആണ് K2, 85 ആണ് ആര്, കാഞ്ചൻജംഗ. സോ അങ്ങനെ ഈ മൂന്ന് പീക്കിന്റെയും എന്ത് പഠിച്ചാൽ മതി, ഹൈറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട എന്താണ് പീക്കുകളാണ് ഇവർ, ആര്, എവറസ്റ്റ്, കാഞ്ചൻജംഗ, മൗണ്ട് K2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഡസ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോട്ട് പാസ്ഡ്. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലാറ്റിറ്റ്യൂഡാണ് ആര്, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. അതിന് എത്രയാ ഡിഗ്രി, 23.5 ഡിഗ്രി നോർത്ത് അല്ലേ. ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡ് ആരാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് ഇന്ത്യയിലെ 8 സ്റ്റേറ്റിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അത് ഏതൊക്കെ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ഒന്ന് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 8 സ്റ്റേറ്റ്. അതൊക്കെയാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 8 സ്റ്റേറ്റുകളിലാണ് ആര് കടന്നു പോകുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. സോ നമ്മുടെ ചോദ്യം നോട്ട് പാസ് അല്ലേ, കടന്നു പോകാത്തത് ഏത്, ത്രിപുര പോകുന്നുണ്ടല്ലേ. ഒഡീഷ ഉണ്ടോടാ, ഇല്ല. സോ ആൻസർ ആയി ഒഡീഷയാണ് നമ്മുടെ ഉത്തരം അല്ലേ. കാരണം രാജസ്ഥാനും മധ്യപ്രദേശും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. സോ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ 8 സ്റ്റേറ്റ്, നമ്മുടെ 8 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ആര് കടന്നു പോകുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. എത്ര സ്റ്റേറ്റ്, 8 സ്റ്റേറ്റ്. അതൊക്കെ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അങ്ങനെ എത്ര സ്റ്റേറ്റ്, 8. ആക്ച്വലി ഒഡീഷ ചോദിക്കേണ്ട റീസൺ ഉണ്ട്. കാരണം വെച്ചാൽ ഈ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടല്ലോ, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് അല്ലെ, എത്ര, 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ കൂടെ കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് 23 ഡിഗ്രി നോർത്ത്. ക്യാൻസർ ഇന്ത്യയുടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് IST ആണല്ലേ. അതൊരു 5 സ്റ്റേറ്റുകൾ കടന്നു പോകുന്നുണ്ടല്ലേ. അത് ഏതൊക്കെ സ്റ്റേറ്റ് ആണ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ അല്ലേ. സോ ഒഡീഷയെ കൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ഈ ചോദ്യത്തിൽ അവർ ഒഡീഷ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇതും പഠിച്ചുക്കണം, 5 സ്റ്റേറ്റ് കൂടെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്ന് പോകുന്നത്. ഓക്കെ, സോ ഓക്കെടാ. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മുടെ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു
20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ജോഗ്രഫിയിൽ നിന്ന് എവിടെയൊക്കെയെന്നാണ് ചോദ്യം അല്ലേ. നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ വന്ന് എവിടെയാണ്, ഇന്ത്യൻ ജോഗ്രഫി എന്നാണ് അല്ലേ. സോ ഞാൻ പറയാം ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് സെഷൻ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.